സർ, സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPM, CPI ഒക്കെ തന്നെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. BJP CPM-ന് ലഭിക്കാൻ സാധ്യതയുള്ള വോട്ട് ബാങ്കുകളിലേക്ക് വല്ലാതെ കടന്നുകയറ്റം നടത്തിയോ എന്നൊരു സംശയം വല്ലാതെ അലട്ടുന്നുണ്ട് ഇടത് രാഷ്ട്രീയ പാർട്ടികളെ, പ്രത്യേകിച്ച് CPM-നെ, CPI-യെ. ഈ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പ് അതിനൊരു ഉദാഹരണമാണ്. സർ, നമുക്ക് ലഭ്യമാകുന്ന ചില കണക്കുകൾ ഒന്ന് ചുരുക്കി പറയാം. കേരളത്തിലെ CPM പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ പരാജയം എന്നുള്ള ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഏതാണ്ട് പാർട്ടി പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന് വേണം പറയാൻ. കാരണം 2011 ശേഷമുള്ള ബംഗാളിലെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ നോക്കുന്നത് CPM അവിടെ പരാജയപ്പെടുകയല്ല, അവിടെ നിന്ന് രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് തന്നെ അവരുടെ അവരുടെ പബ്ലിക് സപ്പോർട്ട് ആ തരത്തിലേക്ക് ഇല്ലാതായ ഒരവസ്ഥ. ത്രിപുരയിലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. കേരളവും അതേ പാതയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് കേൾക്കുന്ന ഒരാളിന് രണ്ടാമത്തെ പിണറായി സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വന്ന് കേരളത്തിൽ ജനകീയമായി മാറുകയല്ലേ എന്നൊരു സംശയം ഉണ്ടാകും. പക്ഷെ നമ്മുടെ കണക്കുകൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയ വ്യവസ്ഥയിലൂടെ തട്ടിക്കൂട്ടിയ ഒരു സംവിധാനമാണ് കേരളത്തിലെ ഇടത് വലുത് മുന്നണികൾ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് ഇവിടെ ബേസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അതിനു മുമ്പ് നടന്ന 2016-ലെയും 2014-ലെയും 2016-ലെയും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പും 2019-ലെ 2021-ലെയും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടെ അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ ഈ മണ്ഡലങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ CPM-ന്റെ ഭാവി വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്, അതിന് യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. അപ്പൊ അതായത് ഏറ്റവും ഒറ്റ നോട്ടത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായിട്ട് BJP ഒരു സീറ്റിൽ MP ആയി എന്നുള്ളതാണ്. ഇവിടെ ഞാൻ വിജയത്തെക്കാൾ ഉപരി ഈ നമ്മുടെ ഒരു ഇലക്ട്രൽ പോളിറ്റിക്സിലെ നമ്മളെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തിയാണ്. അപ്പൊ നമ്മൾ മുന്നണി രാഷ്ട്രീയത്തിലൂടെ നമുക്ക് വിജയിക്കാൻ കഴിയും, മുന്നണി ഇല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും പരാജയപ്പെടും. അപ്പൊ രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ അനലൈസ് ചെയ്യുന്ന കേവലം വിജയത്തിന്റെ അടിസ്ഥാനത്തിലല്ല, തിരഞ്ഞെടുപ്പിൽ അവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ 120 മണ്ഡലങ്ങളിലാണ് CPM-ന് ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ വരാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 20 മണ്ഡലങ്ങളിൽ BJP ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതായത് അതിൽ തന്നെ 20 നിയോജക മണ്ഡലങ്ങളിൽ 11 മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്താണ്, UDF-നും LDF-നും മുകളിലാണെങ്കിൽ മറ്റൊരു 9 മണ്ഡലങ്ങളിൽ BJP LDF-ന്റെ മുന്നിലാണ്. അതായത് UDF കഴിഞ്ഞതിന് ശേഷം BJP ആണ് വരുന്നത്. അപ്പം ഒരു മണ്ഡലത്തിൽ 12 മണ്ഡലങ്ങളിൽ UDF-ന്റെ മുകളിലാണ് BJP നിൽക്കുന്നത്. അപ്പൊ ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ BJP-യുടെ വളർച്ച വളരെ വളരെ വലുതാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് NDA മുന്നണിക്ക് 20% വോട്ട് ലഭിക്കുന്നത്, കോൺഗ്രസിന് 35% വോട്ടും, മുന്നണിക്ക് വരുമ്പോൾ 45% വോട്ടും, CPM-ന് 25% വോട്ടുമാണ് CPM എന്നുള്ള പാർട്ടിക്ക് ലഭിക്കുന്നതെങ്കിൽ BJP-ക്ക് തൊട്ട് താഴെ 20%-നടുത്തേക്ക് BJP കടന്നു വന്നിട്ടുണ്ട്. അതാണ് മറ്റൊരു വിഷയം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ 3 രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുമ്പോൾ 35, 25, 20 എന്നുള്ള ലെവലിലേക്ക് നമ്മുടെ ഒറ്റയ്ക്ക് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും, അപ്പം അതില് മുന്നണി രാഷ്ട്രീയത്തിന്റെ കരുത്ത് കൂടെ നമ്മൾ, അതായത് ഒരു മുന്നണി രംഗത്ത് മുന്നണി രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ BJP-ക്ക് വലിയ സാധ്യതകൾ കേരളത്തിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ തന്നെ എടുത്തു പറയേണ്ട മണ്ഡലങ്ങൾ ഞാൻ ഏതാണ്ട് 35ഓളം മണ്ഡലങ്ങളിൽ, കേരളത്തിലെ 35ഓളം മണ്ഡലങ്ങളെന്ന് ഞാൻ ഇവിടെ ഐഡന്റിഫൈ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള 35ഓളം മണ്ഡലങ്ങൾ. അതിൽ പ്രധാനമായിട്ട് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പെടുന്ന ആറ്റിങ്ങൽ നിയോജക മണ്ഡലം, ഇപ്പൊ കൊല്ലം ജില്ലയിൽ 1-2 മണ്ഡലങ്ങൾ, ആലപ്പുഴയിലെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളും 7 മണ്ഡലങ്ങൾ, കോട്ടയം ജില്ലയിലെ ഏതാണ്ട് 2-3 മണ്ഡലങ്ങൾ, അതുപോലെ കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, തൃശ്ശൂർ, ഈ മണ്ഡലങ്ങൾ, ഈ ജില്ലകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ, വിശേഷിച്ച് ഹിന്ദുക്കളിലെ പിന്നോക്ക വിഭാഗങ്ങൾ, ഈഴവാർ തുടങ്ങിയിട്ടുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് താരതമ്യേന നല്ല ശക്തിയുള്ള കേന്ദ്രങ്ങളിലൊക്കെ BJP ശക്തമായ
മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് നമ്മൾ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തുള്ള 7 നിയോജക മണ്ഡലങ്ങളിൽ BJP വളരെ സുപരിചിതമാണ് കഴിഞ്ഞ 3-4 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ. പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് പ്രധാനമായിട്ടും 3 ജില്ലകളിലാണ്. 4 ജില്ലകൾ പെടുമെങ്കിൽ പ്രധാനമായിട്ടും 3 ജില്ലകളാണ്. ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങൾ, ആലപ്പുഴ നിയോജക മണ്ഡലം, അതുപോലെ തന്നെയാണ് തൃശ്ശൂർ നിയോജക മണ്ഡലം. അപ്പൊ തൃശ്ശൂരിൽ വളരെ ശക്തമായ ഇടതുപക്ഷ ശക്തി കേന്ദ്രങ്ങളുണ്ട്. ഇടതുപക്ഷത്തിന് CPIക്കും CPM-നും. അത് ലോക്സഭയിലെ പലപ്പോഴും CPIക്ക് ലഭിക്കുന്നുവെങ്കിലും CPM-ന് ഏറ്റവും കൂടുതൽ അടിത്തറയുള്ള ഒരു ജില്ലയാണ്. ആ മേഖലയിലാണ് അടിസ്ഥാനപരമായി BJPയുടെ വോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, പ്രധാനമായിട്ടും ഹിന്ദു സമൂഹത്തിന്റെ വോട്ട് തന്നെയാണ്. അതിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് അവർ കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെയധികം ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ പരിശോധിച്ചു കഴിഞ്ഞാൽ 35 നിയോജക മണ്ഡലങ്ങൾ, ആദ്യം ഞാൻ സൂചിപ്പിച്ച 20 നിയോജക മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത് 11 മണ്ഡലങ്ങളിലും 9 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തുമാണെങ്കിൽ, അതായത് ലോകസഭയിലല്ല, അതിൽ ലോകസഭയിലെ നിയമസഭാ മണ്ഡലങ്ങളാണ്. ലോകസഭയിലെ 20 സെഗ്മെന്റില് BJP ഇടതുപക്ഷത്തിന്റെ മുകളിലാണ്. CPM-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുകളിലാണ് 20 മണ്ഡലങ്ങൾ. അത് UDF-ന്റെ മുകളിലാണെങ്കിൽ അത് 12 മണ്ഡലങ്ങൾ UDF-ന്റെ മുകളിലാണെന്നുള്ളത്. അപ്പം CPM-ന് ഞാൻ അവിടെ 120 മണ്ഡലങ്ങളിലേക്ക് CPM താഴ്ന്നു കഴിഞ്ഞു. ഇനി ആ 120 മണ്ഡലങ്ങളിലെ 35 നിയോജക മണ്ഡലങ്ങളിൽ, അതായത് ഇടതുപക്ഷത്തിന് ഏറ്റവും ശക്തി ഉള്ള മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ BJPയും CPM-ഉം തമ്മിലുള്ള വോട്ട് എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. ചില നിയോജക മണ്ഡലങ്ങളിൽ നാമമാത്രമായ ഡിഫറൻസേ ഉള്ളൂ. അല്ലെങ്കിൽ 5000 അല്ലെങ്കിൽ മാക്സിമം 10000 വോട്ടിന്റെ ഡിഫറൻസേ ഈ മണ്ഡലങ്ങളിൽ വരുന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ CPM-ന്റെ ഭാവി ഇരുളടഞ്ഞതാണ് എന്ന് പറയാൻ കാരണം, CPM-ന്റെ അടിസ്ഥാന വോട്ട് ബാങ്കിലെ കാര്യമായ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്, വിള്ളൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് ഒരു തെരഞ്ഞെടുപ്പിലെ പ്രതിഭാസമല്ല. കാരണം ഈ നിയോജക മണ്ഡലങ്ങളുടെ അതിനു മുന്നേ നടന്ന 4 തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ ഗ്രാജുവൽ ആയിട്ടാണ് BJP അവിടെ കടന്നു വന്നത്. നമ്മളിപ്പോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വെച്ചുകൊണ്ട് നമുക്ക് നിയമസഭയെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം ജനങ്ങൾ രണ്ടിലും വോട്ട് ചെയ്യുന്ന 2 രീതിയിലാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത്, ഈ മണ്ഡലങ്ങളിൽ BJP പെർഫോമൻസ് നടത്തിയത് കേവലം 2024 അതിന് മുന്നേ തന്നെ ഈ മുന്നൊരുക്കം എന്ന് പറയുമല്ലോ നമ്മൾ, അത് 2014 മുതൽ നമുക്ക് കാണാം. അതിന്റെ തുടർച്ച കുറച്ച് നമ്മൾ പ്രകടമായി വന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CPM-ന് ശരിയായ CPM-ന് ചലഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം, UDF-ന്റെ അവസ്ഥ ഏതാണ്ട് ഇങ്ങനെ ആയിരിക്കും. പക്ഷെ കേരളത്തിലെ ഏതാണ്ട് 47% വരുന്ന ന്യൂനപക്ഷ വോട്ടുണ്ട്. ഈ 47% വരുന്ന ന്യൂനപക്ഷ വോട്ടിലെ ഭൂരിപക്ഷവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നാണ് പോയത്. എന്നാൽ അതിന് നിയമസഭയിൽ അത് LDF-ലേക്കും പോയി. അപ്പൊ ആ വോട്ടുകൾ സംബന്ധിച്ചിടത്തോളം അവരാണ് കേരളത്തിന്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. അത് ഈ കഴിഞ്ഞ തവണ UDF-നാണ് ലോക്സഭയിലേക്ക് പോയത്. അപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം 2 നഷ്ടങ്ങളുണ്ടായി. ന്യൂനപക്ഷ വോട്ടുകൾ പ്രതീക്ഷിച്ചതുപോലെ ലഭിച്ചുമില്ല. 2021 വിജയം ആവർത്തിക്കാൻ അവരെ സഹായിച്ച ന്യൂനപക്ഷങ്ങൾ കൂടെ നിന്നുമില്ല. അതേസമയം അടിസ്ഥാന ഹിന്ദു ജനവിഭാഗങ്ങൾ, പിന്നോക്ക ഹിന്ദു ജനവിഭാഗങ്ങൾ CPM-ൽ നിന്ന് പുറകിലേക്ക് പോവുകയും ചെയ്തു. അത് ഒരു തെരഞ്ഞെടുപ്പിലെ പ്രതിഭാസമല്ല. നമുക്കൊരു വൈകാരികമായ പ്രകടനം എന്നുള്ള തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലെ പ്രതിഭാസമല്ല. മറിച്ച് കഴിഞ്ഞ 2014 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഗ്രാജുവലായിട്ട് ഏതാണ്ട് ഒരു 55ഓളം നിയോജക മണ്ഡലങ്ങൾ, കേരളത്തിലെ 55ഓളം നിയോജക മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് അത്രയധികം ഡോമിനന്റ് അല്ലാത്ത 55ഓളം നിയോജക മണ്ഡലങ്ങളിൽ ഈഴവ സമുദായം ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് മേൽക്കോയ്മയുള്ള മണ്ഡലങ്ങളിൽ കാലാകാലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള മണ്ഡലങ്ങളിലാണ് ഈ തരത്തിൽ BJP കടന്നു കയറിയത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, 20 മണ്ഡലങ്ങളിലെ BJPയുടെ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും നമ്മൾ മാറ്റി നിർത്തിയതിന് ശേഷമുള്ള 35 നിയോജക മണ്ഡലങ്ങളാണ് CPM-ന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്താൻ പോകുന്നത്. അപ്പം വരുന്ന നിയമസഭയിൽ നമ്മൾ ഇത് എങ്ങനെയാണ് ഇത് പ്രതിഫലിക്കുക എന്നുള്ളത് നമ്മൾ വരുന്ന നിയമസഭാ ഇലക്ഷനിലേക്ക് വരുമ്പോഴേ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷെ ഒരു കാര്യം നമ്മളിവിടെ പറയണം, സാധാരണഗതിയിൽ എല്ലാവരും പറയുന്ന പോലെ
ലോകസഭയെ വെച്ച് നിങ്ങൾക്ക് നിയമസഭയിൽ അവലോകനം ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉണ്ടാവാം. പക്ഷെ ഇവിടെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ലോകസഭയുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ ഇവാലുവേറ്റ് ചെയ്തത്. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ പ്രകടനം, അതിന്റെ ഗ്രാജുവൽ ആയിട്ടുള്ള ഗ്രോത്തും 2024 ലോകസഭയിൽ അത് കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് പെർഫോം ചെയ്യുകയും CPMന്റെ വോട്ട് ബാങ്കുമായിട്ട് ഏതാണ്ട് അടുത്ത് വരികയും ചെയ്തതാണ്. അതായത് 1000-ഓ 2000-ഓ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ CPMന്റെ 2ാം സ്ഥാനം 3ാം സ്ഥാനത്തേക്ക് പോകാൻ കഴിയുന്ന ഡസൻ കണക്കിന് മണ്ഡലങ്ങൾ കേരളത്തിൽ വന്നു കഴിഞ്ഞു. അതിൽ വിശേഷിച്ചും ഒരു കാലഘട്ടത്തിൽ CPMന്റെ ശക്തി കേന്ദ്രമായ ആലപ്പുഴ നിയോജക മണ്ഡലം, അത് പുന്നപ്പുറയെയും വയലാറുമൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ആലപ്പുഴ, ചിറയിൻകീഴ്, തൃശ്ശൂർ, പാലക്കാട് പോലെയുള്ള ജില്ലകളിലെ മണ്ഡലങ്ങളിലാണ് അത് ഏറ്റവും കൂടുതൽ ശക്തമായി പ്രകടമാകുന്നത്. ഇവൻ കണ്ണൂർ ജില്ലയിലും കാസർഗോഡും അതുപോലെ കോഴിക്കോടും അതിന്റെ പ്രകടനം ഉണ്ടാകും. തീർച്ചയായിട്ടും BJP ശക്തമായ ഒരു പ്രതിസന്ധി CPMന്റെ ഭാവിയിൽ ഉണ്ടാക്കുമെന്നുള്ള യാതൊരു സംശയം വേണ്ട.